പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 5-ാം തീയതിയാണ്, കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച. എല്ലാവർക്കും സ്നേഹവന്ദനം. സന്തോഷമായി നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥിച്ചെല്ലാം അനുഗ്രഹം പ്രാപിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം പറയുക. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ വേണം ഇത് പറയാൻ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം കർത്താവ് കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അതുപോലെ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാറ്റി സമയിക്കണമേ. കർത്താവെ, ഇപ്പോഴ് ഓരോരോ ജീവിത മേഖലകളിലേക്ക് പടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന മക്കൾ, കുളിച്ചൊരുങ്ങി ഇന്ന് പോകാൻ വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന മക്കൾ, അവിടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോരോ ടെസ്റ്റിനും ഇൻ്റർവ്യൂവിനൊക്കെ പോണവരുണ്ട്. എന്തെല്ലാം യാത്രയാണ് അങ്ങയുടെ മക്കൾ ചെയ്യണം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ആ മക്കളെല്ലാം കൂടെ അമ്മ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം മഴവില്ല് പോലെയും സുഗന്ധാഭിഷേകം പോലെയും ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ അനുഭവിക്കുന്നതാണ്. അതേ ചൈതന്യത്താൽ അങ്ങയുടെ മക്കൾ എവിടെയാണ്, പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ആശീർവദിക്കണമേ. ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കളുണ്ട്, അവരെ നീ ഇപ്പോഴും ആശീർവദിക്കണമേ. കർത്താവ്, മറ്റു മനുഷ്യരിൽ നിന്ന് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്ന മക്കളുണ്ട്, ഇപ്പോൾ ആശീർവദിക്കണേ. പെണ്ണ് കാണാൻ പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ യാത്രകൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. ചന്തയിൽ പോണവരുണ്ട്, പർച്ചേസിങ്ങിന് വേണ്ടി പോണവരുണ്ട്.
കർത്താവ് എല്ലാ സ്ഥലങ്ങളും നീ ഉണ്ടാകും. വഞ്ചിക്കപ്പെടാതിരിക്കാനും ചതിക്കപ്പെടാതിരിക്കാനും അവർ ചെയ്യുന്നതും നേടുന്നതും കൈകാര്യം ചെയ്യുന്നത് അവർക്ക് പ്രയോജനമുണ്ടാകാൻ വേണ്ടി കർത്താവെ നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരുത്താൽ മക്കളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് അമിതമായ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാരത്തിൻ്റെ കാരണങ്ങളെ കർത്താവെ നീ ആശീർവദിച്ചുകൊണ്ട് കർത്താവെ അങ്ങനെ മക്കൾക്ക് സാന്ത്വനവും സമാശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പൊടിക്ക് വേദന പോലും അനുഭവിച്ച് വരുമ്പോൾ തന്നെ വല്ലാത്ത ഭാരം അനുഭവിക്കുന്നവരെ നീ കൈനീട്ടി ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ, കർത്താവ് ഇത് മാറ്റാൻ വല്ല മാർഗമുണ്ടോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാൽ അങ്കലാപ്പും ആദ്യം കയറി നടക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാത്ത മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണം കർത്താവെ, ഏറ്റെടുക്കണം കർത്താവെ. കർത്താവ് പല ഭവനങ്ങളും പകുതി പണി നിർത്തിയിരിക്കുന്ന പോലെ പണി വീണപ്പോലെ തോന്നുന്നുണ്ട് ഈശോയെ. പല ഭവനങ്ങളും അടിത്തറ മാത്രം കെട്ടിയിട്ടുണ്ട് കർത്താവ്. ചില വീടുകളിൽ ആ സ്ഥലം പോയി പരിശോധിച്ചിട്ട് ഇവിടെയാണ് പ്ലാൻ, ഇവിടെയാണ് അടിത്തറ വരുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട് ഈശോയെ. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കർത്താവ് എത്രയും സമയബന്ധിതമായിട്ട് കർത്താവ് നിറവേറാൻ വേണ്ടി നിലവിലുള്ള തടസ്സങ്ങളെ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലും നിലവിൽ സാമ്പത്തിക മേഖലയും സ്ഥാപനങ്ങളുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ശരീരത്തിന് വേദനയുള്ളവർ, രോഗമുള്ളവർ, ഭാരമുള്ളവർ, ശരീരത്തിൽ സിസ്റ്റമുള്ളവർ, മുഴയുള്ളവർ, ശരീരത്തിൽ തിണർപ്പുള്ളവർ, ചിരങ്ങുള്ളവർ, പല ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന. കോടതി കേസ് കൊടുത്തിട്ടുള്ളവരെ, നല്ല വിധി ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് ഓരോരുത്തരും ചിലരൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ശരീരം മുമ്പത്തേക്കാൾ ചുരുങ്ങി അവരുടെ ഭാരം കുറഞ്ഞു പോയത് കൊണ്ട് എന്താണെന്നറിയാൻ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. കാരണം പല വിഷയങ്ങൾ ആകുലപ്പെടുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ജനുവരി 5 കർത്താവിൻ്റെ ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ പ്രാർത്ഥനയെ കൂടുന്ന മക്കൾ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശക്തീകരിക്കപ്പെടുകയും കർത്താവിൻ്റെ സ്പർശനത്താൽ സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. നമ്മൾ ഇന്ന് വായിക്കുന്ന വചനമുണ്ടല്ലോ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കർത്താവ് നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തരുന്ന വ്യാഖ്യാനം നിങ്ങൾ പക്ഷേ നിങ്ങൾ നേരിട്ട് കേൾക്കാത്ത വ്യാഖ്യാനം. കാര്യം ഈ വചനത്തിനുള്ള ഒരു പ്രത്യേകത, വചനത്തിന് എപ്പോഴും മാംസമാകാൻ ടെൻഡൻസി ഉണ്ട്. അതിലാരാണ് അടയിരിക്കുന്നത് ആണ്. ചില വചനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ചില ഇപ്പോൾ കോഴിമുട്ടയാണെങ്കിലൊക്കെ ഒരു 21 ദിവസം കൊണ്ടൊക്കെ അത് അടവിരിയും. അതുപോലെ ചില മുട്ടകൾക്ക് 42 ദിവസം വേണം. അപ്പം അതുപോലെ തന്നെയാണ് ഈ വചനത്തിൻ്റെ ഹാച്ചിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് വചനത്തോട് ദൈവസ്നേഹവും വചനത്തോട് പ്രത്യാശയും വചനം കേൾക്കുമ്പോൾ നല്ല വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വിശ്വാസം തോന്നിയാൽ അത് നിങ്ങൾക്ക് ഉള്ള ദൈവിക പുണ്യങ്ങളനുസരിച്ചാണ് വചനം പെട്ടെന്ന് മാംസമായി ഹാച്ച് ചെയ്ത് വരണത്. അതെപ്പോഴും ഓർക്കണം. അതേ വചനം ഹാച്ചായി കഴിഞ്ഞാൽ വചനം ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിക്കും. നമുക്ക് വചനം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കും അനുദിനം. അതുപോലെ വചനം നമുക്ക് കേൾക്കാൻ പോണത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 10:19. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളായിരിക്കും എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും നിങ്ങളോട് സംസാരിക്കുക ഈശോ പറയുന്നുണ്ട് പലയിടങ്ങളിലും. ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധപ്പെട്ടത് എന്തറിയോ, നമ്മൾ ഇപ്പം ദൈവം ആഗ്രഹിക്കുന്ന ആയിരിക്കത്തില്ല സഹന സമയത്ത് നമ്മൾ പറഞ്ഞു വെക്കണത്. ദൈവം ആഗ്രഹിക്കുന്ന തന്നെ സഹന സമയത്ത് പറയുമ്പോഴാണ് ആ സഹനം കുരിശ് കൃപയായിട്ട് മാറണത്. അത് സ്വർഗത്തെ തുറപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പം സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലണ ഭാഗമില്ലേ, അപ്പോൾ എന്തുമാത്രം ആൾക്കാർ കല്ലെറിയപ്പെടുന്നുണ്ട്. അപ്പോഴൊക്കെ കല്ലെറിയ അതേപോലെ കാറുകയല്ലേ ഉള്ളു. പക്ഷെ അതാണ് അത് മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സ്വരമാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്,
ദൈവഹിതപ്രകാരമായിട്ട് ആ ടൈമിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ സ്റ്റീഫൻ എന്താണ് പറയണമെന്ന് നോക്കി, അത് വെച്ച് 7:50 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:56. അവൻ പറഞ്ഞു സ്റ്റീഫൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന്റെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു. അതായത് സ്റ്റീഫന്റെ വിചാരണ സമയത്തെ എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് സ്റ്റീഫനോട് പറയുന്നുണ്ട്. അതാണ് ഈ മത്തായിയുടെ 10:19 ഉള്ളത്. ഒരുപക്ഷെ മത്തായിയുടെ സുവിശേഷം ഒക്കെ എഴുതിയത് ഈ സ്റ്റീഫന്റെ വർത്തമാനം ഒത്തിരി മാറ്റങ്ങൾ ആദിമസഭയിലുണ്ടാക്കി. ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കിയ സാവൂള്, സ്റ്റീഫൻ്റെ ഉടുപ്പ് സൂക്ഷിച്ച സാവൂള് മറിച്ച് കളഞ്ഞ ആ സംഭവം. അത് തന്നെയാണ് പിന്നെ സ്റ്റീഫൻ്റെ പറഞ്ഞ വർത്തമാനത്തിൽ നിന്നാണ് പിന്നീട് മത്തായി 10:19 കർത്താവിൻ്റെ വചനം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മത്തായി ഓർക്കുകയും സ്റ്റീഫൻ ചെയ്തത് ഇതുമായിട്ട് ബന്ധമുള്ളതാകുകയും ചെയ്തുകൊണ്ടാണ് മത്തായി 10:19 പറയണത്. എന്താണ്? ആ സമയത്ത് അറിവ് നൽകുമെന്ന്. സ്റ്റീഫൻ എന്തറിവാ കൊടുത്തത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:60. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ. ആ വലിയ സ്വരത്തിൽ വെച്ചുകഴിഞ്ഞാൽ കിടന്ന് കാറുന്നതിന് പകരം പ്രാർത്ഥനയുടെ ഉച്ചസ്വരമാണ്. അവിടെ ഉള്ള എല്ലാവരും ഈ പരിശുദ്ധാത്മാവിന്റെ ഈ വചനം കേട്ട് കാണും. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സാവൂളിനെ തട്ടപ്പാടെ മറിക്കണത്. എന്താ കാര്യം? സാവൂള് ഗമാലിയന്റെ ശിഷ്യനാണെന്നുള്ള ഗമയൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ആ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമൊക്കെ തന്നെയാണ് പുള്ളിയും പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യഹൂദൻ തന്നെ കല്ലെറിയുന്നവരുടെ മേൽ ആ പാപം ആരോപിക്കരുതെന്ന് പറയണത്. ആരോപിക്കരുതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ താൻ ചെയ്യുന്നത് ഒരു നീചത്തരമാണെന്നുള്ളതിൻ്റെ ചിന്ത സാവൂളിനും ഉണ്ട്. അപ്പം സാവൂളിനെ ഉദ്ദേശിച്ചാണ് സ്റ്റീഫൻ സാവൂളിനെ ഈ സമയത്ത് ജാമ്യത്തിലെടുക്കുകയാണ് പ്രാർത്ഥന കൊണ്ട്. എന്താണ്? ശിവന്റെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. എന്താണ്? ഈ പാപം സാവൂളിൻ്റെ മേലും അവരെപ്പോലുള്ളവരുടെ മേലും ആരോപിക്കരുത് എന്നാണ് പറയണത്. ഇത് കേട്ടോടുകൂടി അന്ന് മുതൽ ഈ മനുഷ്യൻ്റെ ഞെട്ട് കണ്ടിക്കാൻ തുടങ്ങിയതാണ്. അതൊക്കെ ചിന്തിച്ചും ആലോചിച്ചും പോകുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ മിടിമിന്നൽ പോലെ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ട് മൊഹാലസ്യപ്പെട്ട് വീഴണത്. ഈ സംഭവം തന്നെയാണ് മർക്കോസും കേട്ടിട്ട് മത്തായിയും കേട്ടിട്ട് പറയണത്, നിങ്ങളെ സ്റ്റീഫനെ പോലെ ആയിരിക്കണം. ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോയാലും ആ സമയത്തൊക്കെ ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും. അതാണ് നമ്മൾ പറയേണ്ടതെന്ന്. മനസ്സിലായില്ലേ? ഓരോ സഹന സമയത്ത് നമ്മൾ എന്ത് പറയണം, നിങ്ങളെന്ത് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു വർത്തമാനം ഉണ്ടാകും. അതുകൊണ്ടാണ് അത് പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ഉണ്ടാകുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. 8:26 വായിച്ചേ റോമ. നമ്മുടെ ബലഹീനതയിൽ അതുപോലെ കല്ലേറ് കൊള്ളുമ്പോൾ, അതുപോലെ തന്നെ അടി കൊള്ളുമ്പോൾ, എറി കൊള്ളുമ്പോൾ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ആത്മാവ് സ്റ്റീഫനെ സഹായിച്ചു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്, ആ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് സ്റ്റീഫൻ അറിയത്തില്ലായിരുന്നു, നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പിനാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി സ്റ്റീഫന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണ് പറയണത്? കർത്താവേ, ഈ തെറ്റ് അവരുടെ മേൽ ചുമത്തരുത് എന്നാണ്. അപ്പോൾ ഇത് പരിശുദ്ധാത്മ സഹന സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മിണ്ടിപ്പോയാൽ പരിശുദ്ധാത്മാവിലായിരിക്കണം നമ്മൾ മിണ്ടുന്നത്. അപ്പോൾ നമ്മളറിയാം, നമ്മൾ സ്വർഗം നമ്മുടെ മുമ്പ് മുകളിൽ തുറന്നു കിടക്കണം നമ്മൾ അറിയത്തില്ല. നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 2 ആൾക്കാരുണ്ട്. ആരാണ്? പിതാവും പുത്രനും. 3 ആൾക്കാർ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സഹന സമയത്തുള്ള പ്രാർത്ഥനയിൽ ആശ്രയിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും.
അതുതന്നെയായിരിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശം, സഹനത്തിൻ്റെ. അതുകൊണ്ടാണ് ഈ തെറ്റ് സ്വർഗം തുറക്കാനുള്ളതാണ്. അവരെന്നെ കല്ലെറിയുന്നു, ആ സ്വർഗം തുറക്കാനുള്ളതാണ്. എനിക്ക് എൻ്റെ ഈശോയെ കാണാനുള്ളതാണ്, ഈശോ അപ്പാനെ കാണാനുള്ളതാണ്, അതുപോലെ തന്നെ പരിശുദ്ധനെ കാണാനുള്ളതാണ്. അതുകൊണ്ട് അവരുടെ മേൽ ചുമത്തരുത് എന്ന് പറയുന്നു. ഇത്ര മനോഹരമാണെന്ന ബൈബിളിൽ ആനന്ദിക്കണം മക്കളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹനങ്ങളിൽ പ്രത്യേകിച്ച്. പ്രൈസ് ദി ലോർഡ്.